ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ചൂണ്ടുവിരലിൽ എഴുതി എഴുതി ഒരു തഴമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ചില ആളുകൾക്ക് PSC പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതുക എന്ന് മാത്രമായി മാറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും പണ്ടൊരു ഹ്യൂമൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആയിരുന്നു. യൂട്യൂബ് ക്ലാസ് കാണും, സാറ് പറയുന്ന ഓരോ വാക്കും കുത്തും കോമയും ഫുൾ സ്റ്റോപ്പും ഒന്നും വിടാതെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതും. ക്ലാസ് കഴിഞ്ഞ് നോക്കുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ്. കാരണം എന്താ, ഇന്ന് 10 പേജ് നോട്ട് എഴുതിയല്ലോ എന്നുള്ള മോഹനീയമായ സന്തോഷം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ആ നോട്ട് എടുത്ത് നോക്കിയാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല ആ നോട്ട് കാണുമ്പോൾ തന്നെ തല കറങ്ങുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. കമ്പനി ബോർഡ് LGSO LDCയോ ഒക്കെ വരാൻ പോവുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുന്നത് ശരിയായ രീതിയിലാണോ? ഞാൻ എൻ്റെ പഠനത്തിൽ വരുത്തിയ വലിയ 3 തെറ്റുകളും അത് തിരുത്താൻ ഞാൻ കണ്ടുപിടിച്ച വഴികളും ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ വീഡിയോ മുഴുവനായി കാണുന്നത് നിങ്ങളുടെ കണ്ണും തുറപ്പിക്കും, ഉറപ്പ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് കാരണമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു തെറ്റാണ് എന്താണ്, നമ്മളിൽ പലരും ഒരു PDF കളക്ടറാണ്. ടെലഗ്രാമിൽ 10 ഗ്രൂപ്പ്, വാട്സപ്പിൽ 5 ഗ്രൂപ്പ്, വരുന്ന എല്ലാ PDFകളും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കും. പക്ഷേ എന്തെങ്കിലും അത് നമ്മൾ തുറന്ന് വായിക്കാറുണ്ടോ? വളരെ ചുരുക്കമാണ് നമ്മളത് തുറന്ന് വായിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ഒരു ദിവസം നമ്മൾ ഒരു സാറിൻ്റെ ക്ലാസ് കാണും, പിറ്റേന്ന് കേൾക്കും Y ചാനലിലെ ക്ലാസ്സാണ് പൊളിയെന്ന്, അപ്പോൾ അങ്ങോട്ട് ഓടും. ഇങ്ങനെ നമ്മൾ ഓടി നടന്നാണ് നമ്മൾ പല ക്ലാസ്സുകളും കാണാറ്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെയായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. തിരുവിതാംകൂർ ചരിത്രം പഠിക്കാൻ ഞാൻ 4ഓ 5ഓ ചാനലിലെ ക്ലാസ്സുകൾ കണ്ടു. അവസാനം മാർത്താണ്ഡവർമ്മയാണോ ധർമ്മരാജയാണോ തൃപ്പടിദാനം നടത്തിയത് എന്ന് പോലും കൺഫ്യൂഷനായി. ഇതിനൊരു പരിഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സോഴ്സ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാറിനെയോ സ്ഥാപനത്തെയോ കണ്ടെത്തുക. അത് സൈലം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എൻട്രി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ കോച്ചിങ് സെൻറ്ററുകളായിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ. ആരെയാണോ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത് അവരെ മാത്രം അവസാനം വരെ ഫോളോ ചെയ്യുക. ഓർക്കുക, 10 പേർ പറയുന്ന 10 കഥ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ പറയുന്ന കഥ പൂർണ്ണമായി കേൾക്കുന്നതാണ്. രണ്ടാമതായി ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് നേരത്തെ പറഞ്ഞ ആ ഹ്യൂമൻ ഫോട്ടോസ്റ്റാറ്റ് പരിപാടി. വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട് എഴുതുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എഴുത്തിൽ മാത്രമായിരിക്കും, സാർ പറയുന്ന ആശയത്തിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആശയം തലച്ചോറിൽ കയറുന്നതിന് പകരം നോട്ട് പുസ്തകത്തിൽ പകർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ 3 സ്റ്റെപ്പ് ഫോർമുല ഉപയോഗിച്ച് നോട്ട് എഴുതുന്ന രീതി പൂർണ്ണമായി മാറ്റിയെടുത്തത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കുക, എഴുതരുത്. അതായത് ദ ഫസ്റ്റ് വാച്ച് എന്ന് പറയാം. ഒരു ക്ലാസ് കാണുമ്പോൾ പേന താഴെ വെക്കുക. സിനിമ കാണുന്നത് പോലെ, കഥ കേൾക്കുന്നത് പോലെ ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ച് കാണുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ആശയത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അഥവാ ഗ്രാസ്പ് ദ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. തിരുവിതാംകൂർ ചരിത്രമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കുക, അല്ലാതെ പോയിന്റുകൾ കാണാപ്പാഠം പഠിക്കുകയല്ല. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ സ്പീഡ് കൂട്ടുക, കീവേഡ് മാത്രം എഴുതുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് വാച്ചിലാണ്. ആദ്യമായി കണ്ട ക്ലാസ് രണ്ടാമത് 1.5x അല്ലെങ്കിൽ 2x സ്പീഡിലിട്ട് കാണുക. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ആശയം മനസ്സിലാക്കുക എന്നതിലുപരി പ്രധാന വിവരങ്ങൾ കുറിച്ചെടുക്കുക എന്നതാണ്. വാചകങ്ങൾ എഴുതരുത്. കീവേഡുകൾ, അക്കങ്ങൾ, തീയതികൾ എന്നിവ മാത്രം എഴുതുക. എൻ്റെ നോട്ട് ഇങ്ങനെയായിരുന്നു. പഴയ രീതിയിൽ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കുളച്ചാൽ യുദ്ധത്തിൽ 1741 തോൽപ്പിച്ചു എന്ന് ആയിരിക്കും ഞാൻ നിർത്തി എഴുതുക. പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയ നോട്ടുകൾ എഴുതുന്ന സമയത്ത് ചെറിയ ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ മാർത്താണ്ഡവർമ്മ -കുളച്ചൽ -1741 ഡച്ച് തോൽവി എന്നുള്ള രീതിയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയെന്ന് എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ SNG അരുവിപ്പുറം 1888 ശിവപ്രതിഷ്ഠ എന്ന് മാത്രമാണ് എഴുതാറ്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് CS-O ആണ് എന്ന് എഴുതുന്നതിന് പകരം ദേശീയ വരുമാനം CS-O എന്നുള്ള രീതിയിലേക്ക് മാത്രമായി എഴുതാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്ട് നോട്ട് റിവിഷൻ ചെയ്യാൻ നമുക്ക് വെറും 5 സെക്കൻഡ് മതി. ഇനിയാണ് സ്റ്റെപ്പ് നമ്പർ 3, ബുക്കിന് പകരം ചാർട്ട്. അതായത് നമ്മൾ
യൂസ് ഡയഗ്രംസ് എന്നുള്ളത്. റാങ്ക് ഫയലിലുള്ളത് അതേപടി എഴുതരുത്. അതുകൊണ്ടാണ് ഡോണ്ട് മേക്ക് എ ബുക്ക് ഔട്ട് ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബുക്കിൽ നിന്ന് മറ്റൊരു ബുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചില ആളുകളുണ്ട് റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ വീണ്ടും നോട്ടുകളിലേക്ക് എഴുതുന്ന ആളുകളുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതേപടി എഴുതരുത്. പകരം എന്ത് ചെയ്യണം? മാപ്പ്, ടേബിള്, ഫ്ലോ ചാർട്ട് എന്നിവ ഉപയോഗിച്ച് പഠിക്കുക. നദികൾ, കായലുകൾ പോലുള്ളവ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ റഫ് ഡയഗ്രാം വരച്ച് അതിൽ മാർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു നദികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ വർഷങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രധാന സംഭവങ്ങൾ ഒരു ടൈം ലൈൻ പോലെ എഴുതുക. ഉദാഹരണം 1888, 1903, 1914 ഇങ്ങനെ എഴുതി ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പഠിച്ചു പോകുമ്പം നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആ ഒരു വർഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളിപ്പം പഞ്ചവത്സര പദ്ധതികളാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് വർഷം, ലക്ഷ്യം, പ്രധാന പദ്ധതി എന്നിങ്ങനെ ക്രിസ്പാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒറ്റ ഗ്ലിംസിൽ തന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കുന്ന ഈ നോട്ട് നിങ്ങളുടെ റിവിഷൻ സമയത്ത് 100% സഹായിക്കും. കാരണം ഈ നോട്ടിലെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ. ഇനി 4ാമത്തെ രീതിയാണ് മാസ്റ്റർ പ്ലാൻ അഥവാ ടോപ്പിക് മാപ്പിംഗ് അല്ലെങ്കിൽ പഠനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു PSC ഉദ്യോഗാർത്ഥിയെ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആ രഹസ്യം ഞാൻ പറയാം. അതാണ് ടോപ്പിക് മാപ്പിംഗ് അല്ലെങ്കിൽ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? എഞ്ചിനീയറെ വിളിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും, അല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ പഠനവും. പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോപ്പിക് മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. പണ്ട് ഞാൻ പഠിച്ചിരുന്നത് തോന്നുന്ന പോലെയായിരുന്നു. ഇന്ന് ഹിസ്റ്ററി, നാളെ സയൻസ്, അവസാനം എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല, ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് ടോപ്പിക് മാപ്പിംഗ് എന്ന് നോക്കാം. ടോപ്പിക് മാപ്പിംഗ് എന്നാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും ഒരൊറ്റ ചാർട്ടിൽ എഴുതി വെക്കുക എന്നതാണ്. ഒരു A4 ഷീറ്റോ ഒരു വലിയ ചാർട്ട് പേപ്പറോ എടുക്കുക. അതിനെ 4ആയി തിരിക്കുക. ടോപ്പിക്ക് അഥവാ സിലബസിലെ ഓരോ പോയിന്റും എഴുതുക. ഉദാഹരണം കേരളത്തിലെ നദികൾ, പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇങ്ങനെ. ഇനി അടുത്ത ഭാഗത്തായിട്ട് പഠിച്ചു അല്ലെങ്കിൽ സ്റ്റഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. അവിടെ ആദ്യമായി വായിച്ചു തീർക്കുമ്പോൾ ഇവിടെ ഒരു ടിക്ക് ഇടുക. 3ാമത്തെ കോളത്തിൽ റിവിഷൻ R1 എന്ന് എഴുതുക. ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ റിവൈസ് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് ഇടുക. ഇനി 4ാമത്തെ കോളത്തിലാണ് റിവിഷൻ 2. പരീക്ഷയ്ക്ക് മുൻപ് 2ാമത് റിവൈസ് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് ഇടുക. അങ്ങനെ നമുക്ക് 4 കോളങ്ങളുള്ള ഒരു ടേബിളാണ് നമ്മുടെ ടോപ്പിക് മാപ്പിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പ്രയോജനമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ വളരെ വലുതാണ്. എനിക്ക് 3 പ്രധാന ഗുണങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഒന്നാമത്തേതാണ് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ 80% ടോപ്പിക്കുകൾക്ക് ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, യെസ്, ഞാൻ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തി, ഇനി എനിക്ക് ഇത് കിട്ടും. ഈ ആത്മവിശ്വാസം തരുന്ന ശക്തി ചെറുതല്ല. ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. രണ്ടാമതാണ് വീക്ക് ഏരിയ തിരിച്ചറിയൽ അഥവാ ഐഡൻറ്റിഫൈ ദ വീക്ക് ഏരിയ. പരീക്ഷ അടുക്കുമ്പോൾ ഇനി എന്ത് പഠിക്കണം എന്ന കൺഫ്യൂഷൻ വരില്ല. ഏത് ടോപ്പിക്കിലാണ് ടിക്ക് ഇല്ലാത്തത്, ഉദാഹരണത്തിന് പ്രധാന കമ്മീഷനുകൾ എന്ന കോളത്തിൽ ടിക്ക് ഇല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ. അവസാന നിമിഷം എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് ഇത് കൃത്യമായി പറഞ്ഞു തരും. ഇനി 3ാമത്തെ രീതിയാണ് റിവിഷൻ സ്ട്രാറ്റജി. റിവിഷൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതാണ്. R2 എന്ന കോളത്തിൽ ടിക്ക് ഇല്ലാത്ത ടോപ്പിക്കുകൾ മാത്രം എടുത്ത് നമുക്ക് റിവൈസ് ചെയ്യാം. അതായത് ഓരോരുത്തരുടെയും പഠനത്തിനനുസരിച്ച് റിവിഷൻ പ്ലാൻ ചെയ്യാൻ ഈ മാപ്പിംഗ് നിങ്ങളെ സഹായിക്കും. ഈ ടോപ്പിക് മാപ്പിംഗ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കണം. അത് നിങ്ങളുടെ പഠനമേശയുടെ മുന്നിൽ ഒട്ടിച്ചു വെക്കണം. ഓരോ ദിവസവും ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം പഠനത്തെ ഒരു ലഹരിയാക്കി മാറ്റും. നിങ്ങൾ ഇത് ഇന്ന് തന്നെ തുടങ്ങണം. അവസാനമായി എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് സമയം കിട്ടുന്നില്ല എന്നുള്ളത്. ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, അങ്ങനെ പലർക്കും പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴായി നമ്മുടെ ഗ്രൂപ്പിൽ കമൻറ്റിൽ കാണാറുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, PSC ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കും ലിസ്റ്റിൽ പോലും വരാത്ത നമുക്കും കിട്ടുന്നത് 24 മണിക്കൂർ തന്നെയാണ്. ഒരു ദിവസം 5 മണിക്കൂർ, വെറും 5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ മാറ്റിവെക്കാൻ പറ്റുമോ? രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 3 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 900 മണിക്കൂർ പഠിക്കാൻ സാധിക്കും. 900 മണിക്കൂർ കൊണ്ട് കേരള PSCയുടെ ഏത് സിലബസും നമുക്ക് പഠിച്ചു തീർക്കാം. അതിന് കമ്പനി ബോർഡ് LGS ആയാലും ഡിഗ്രി ലെവൽ ആയാലും. വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ശനിയാഴ്ച മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ ദിവസവും പഠിക്കണം. സോ ഫ്രണ്ട്സ്, ഈ 3 കാര്യങ്ങൾ ഇന്ന് തന്നെ തിരുത്തുക. 1. ഒറ്റ സോഴ്സ് മാത്രം വിശ്വസിക്കുക. 2. ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം ഷോർട്ട് നോട്ട് എഴുതുക. 3. ഒരു ടോപ്പിക് മാപ്പ് ഉണ്ടാക്കി പഠനം ട്രാക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ടോപ്പിക് മാപ്പിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനൊരു
ടോപ്പിക് മാപ്പിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് LDCക്ക് വേണ്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള ലെറ്റ്സ് സ്മൈൽ PSCയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയാണ് എൻ്റെ ജീവിതം മാറ്റിയത്. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, വിജയിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.